പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ എന്തധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് ചോദ്യം? ഇതൊക്കെ ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ് ചോദ്യം. നീ എന്തധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ചോദ്യം ഈശോയോടാണ്. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഈശോ ജനത്തെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ ഈശോ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, നിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ എവിടെയെന്നാണ്? നിന്നെ ഇതൊക്കെ ചെയ്യാൻ ആരാണ് നിയോഗിച്ചത്? കാരണം അവർ ഭൗമികമായി നോക്കുമ്പോൾ ഈശോയെ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോയിൻമെൻ്റ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. അധികാരികളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ദേവാലയം ശുദ്ധീകരിക്കാനുള്ള അധികാരമോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ വന്ന് ചോദ്യം ചെയ്യുകയാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ കയറി ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്തധികാരത്തിലാണ്? ഈശോ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി, ഈശോ ഡയറക്റ്റായിട്ടൊരു ഉത്തരം പറയുന്നില്ല. ഈശോ പറയുകയാണ്, ഞാൻ ഉത്തരം പറയാം. വളരെ കൂളായിട്ട് എന്നിട്ട് പറയും, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ ആദ്യം ഉത്തരം പറയണം, സ്നാപക യോഹന്നാൻ്റെ അധികാരം എവിടെ നിന്നായിരുന്നു? അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഉത്തരം എന്താണ്? സ്വർഗത്തിൽ നിന്ന് എന്നാണ്. പക്ഷെ അത് പറഞ്ഞാൽ, ശരിക്കുള്ള ഉത്തരം പറഞ്ഞാൽ, അപ്പോൾ ഈശോ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും. അപ്പോൾ അത് പറയണ്ട. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ അധികാരം എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഈശോയുടെ ആ ഉത്തരത്തിൽ നിന്ന് അടുത്ത ഉത്തരം കിട്ടുകയാണ്. അപ്പോൾ ഈശോയുടെ അധികാരം എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ്. ഇനി നമ്മുടെ അധികാരം എവിടെ നിന്നാണ്? അറിയോ? സ്വർഗത്തിൽ. എന്തിനുള്ള അധികാരം? നന്മ ചെയ്യുന്നതിനുള്ള അധികാരം. നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്? നന്മ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു അധികാരമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ ഭൂമിയിൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്താണ്? സ്നേഹിക്കുക എന്ന് പറയുന്നത് അല്ലേ? കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞ്, ദൈവത്തെ ആരാധിക്കുക എന്ന നന്മയാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യാൻ. ഇതിനേക്കാളും വലിയൊരു നന്മയില്ല. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു നന്മ, ഇത് ഈ നന്മ അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്ക് ആരധികാരം തന്നിട്ടുണ്ട്? സ്വർഗത്തിൽ നിന്ന്. സ്വർഗം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോ ജനിച്ചതിന് ശേഷം, കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചതിന് ശേഷം ഉടനെ തന്നെ സംഭവിക്കുന്ന മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി എന്താണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഈശോ ജനിച്ചു, മാലാഖമാർ ആട്ടിടയരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് ആരാധിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ പിറന്നതിന് ശേഷം മനുഷ്യൻ ചെയ്യുന്നതായി സുവിശേഷം രേഖപ്പെടുത്തുന്ന മനുഷ്യൻ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്, ആട്ടിടയന്മാർ ഉണർന്നെഴുന്നേറ്റ് ഈശോയുടെ അടുത്ത് ചെന്ന് അവിടത്തെ കൊമ്പിട്ട് ആരാധിച്ചു. അപ്പോൾ ഈശോ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ ദൈവാരാധകരാക്കുക എന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനുള്ള അധികാരം നമുക്ക് സ്വർഗം തന്നിട്ടുണ്ട്. ചില ആളുകൾ അധികാരം കയ്യിൽ പിടിച്ചുകൊണ്ട് പുതച്ചു മൂടി കിടന്നുറങ്ങും അല്ലേ? അധികാരം കൈ പിടിച്ച് നമ്മൾ പറയില്ലേ, അയാൾക്ക് അധികാരം ഉണ്ടെങ്കിലും ഒരു ഗുണമില്ലെന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ഈ അധികാരം, അപ്പോൾ നന്മ ചെയ്യുന്നതിനുള്ള അധികാരം, ആരാധിക്കുന്നതിനുള്ള അധികാരം, അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിക്കുന്നതിനുള്ള അധികാരം, വിശ്വസിക്കുന്നതിനുള്ള അധികാരം, എല്ലാം മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റ്സാണ്, അധികാരങ്ങളാണ്. അപ്പോൾ
ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ അധികാരം എവിടെ നിന്ന് കിട്ടി? ഇനി ഈ അധികാരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അച്ഛൻ കൂടി പറയാം. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നതിന് നമുക്കെല്ലാവർക്കും എന്തുണ്ട്? അധികാരമുണ്ട്. നിന്നോട് ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കർത്താവ് പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നു, ഈ ദേവാലയത്തിൽ, ഈ ആലയത്തിൽ അടിക്കുന്നു, തുടക്കുന്നു, കസേരയിടുന്നു, ഇതൊക്കെ ഒരു അതിന് അധികാരമാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് അധികാരം തന്നിട്ടും, അധികാരവും സാഹചര്യങ്ങളും തന്നിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ദുർവിനിയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നു. അധികാരമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ട് മാറുന്നു. ആരോ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞപ്പോൾ ആര് ചോദിച്ചു, ഭരണം ഉണ്ടായിട്ട് വേണ്ട ഭരണവിരുദ്ധ വികാരം താമസ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അധികാരം ഉപയോഗിക്കുന്നില്ല. ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒക്കെ ജീവിക്കാൻ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യമൊക്കെ വ്യയം ചെയ്യാനുള്ള അധികാരം, അതിൻ്റെ ആ ഒരു അവകാശം നമ്മൾ ഉപയോഗിക്കാതെ പോകുന്ന സമയങ്ങളുണ്ട്. അതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കുകയും മടങ്ങി വരികയും ചെയ്യാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള, ചിന്തിക്കാനുള്ള, സംസാരിക്കാനുള്ള അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.